ഇന്നത്തെ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ആസ്മി ക്വസ്റ്റ്യനിലുള്ള കുറച്ച് ആൻസേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ഒരു 100 ക്വസ്റ്റ്യൻസിൽ ഒരു 15 ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിനൊക്കെയാണ് ഞാൻ റിപ്ലൈ ഇന്ന് തരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ആൻസേഴ്സ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ചിലവർക്കൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വ്ളോഗ്സ്, ഷോർട്സ്, പിന്നെ ഇൻസ്റ്റയിലായാലും റീൽസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമുക്ക് ചുറ്റിനും കേൾക്കണതൊക്കെ അത്ര സന്തോഷകരമായ ന്യൂസ് അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ ആയിരുന്നില്ല വീഡിയോസ് ചെയ്യാനുള്ളതും. പിന്നെ എന്തൊരു എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡിലായിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ വീഡിയോസൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വീഡിയോ നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എൻ്റെ ഫാമിലി പട്ടിണിയാവും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് തന്നെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം. അത് ഇൻകം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇൻഫ്ലുവൻസർ എന്നുള്ളതിൽ എനിക്കൊക്കെ ഇൻകം എന്ന് പറയുന്നത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെയൊക്കെയാണ്. അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് കൊണ്ടാണ് നമ്മൾ പലരെയും ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യാണ്ടിരുന്നാൽ തന്നെ നമുക്ക് ആ ഇൻകം കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഇൻകം തന്നെ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ വയനാട്ടിലുള്ള ആൾക്കാരെയും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് പോവുകയാണ്. സോ ഗൈസ്, നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു 10-15 ക്വസ്റ്റ്യനിലുള്ള ആൻസേഴ്സ് ആണ് ഞാൻ ഇപ്പോൾ തരുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്കിൻ സീക്രട്ട് പറയുമെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ആൻസർ ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞുതരും. സ്കിന്നിൻ്റെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണതും പിന്നെ എന്തൊക്കെയാണ് ചെയ്യണ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കാണുമ്പോൾ മനസ്സിലാവും നല്ലത് രീതിയിലുള്ള പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്യൂർ സ്കിന്നിനെ കുറിച്ചിട്ടാണ്. ഇതൊരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. പ്ലേ സ്റ്റോറിലാവട്ടെ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലാവട്ടെ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളെ ജെൻഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനുള്ള കൺസൾട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പെർട്ടഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹെയറിൻ്റെ ഇഷ്യൂസ് ആവട്ടെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഇഷ്യൂസ് ആവട്ടെ നമുക്ക് അവരോട് ഡയറക്റ്റ് ചാറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് AI ജനറേറ്റഡ് ആയിട്ടുള്ള ആപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് കാര്യങ്ങളൊക്കെ അവർ സ്കാൻ ചെയ്യുന്നുണ്ട്. സ്കാൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു കിറ്റ് തരും. അപ്പം എൻ്റെ ഫേസ് കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു കിറ്റ് കിട്ടിയത്. അപ്പോൾ ഇതിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യൂർ സ്കിന്നിൻ്റെ ജെന്റിൽ കൺസ് ഫേസ് വാഷ് ആണ്. അതാണ് ഫസ്റ്റ് എനിക്ക് അവർ തന്നിട്ടുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രേഷൻ ജെല്ല് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സൺസ്ക്രീൻ തന്നിട്ടുണ്ട്. കണ്ടില്ല, സൺസ്ക്രീൻ ജെല്ലാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു അൺഡ്രൈ ക്രീമിൻ്റെ ഒരു ക്രീമും കൂടി തന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കിറ്റിലുണ്ടായത്. അപ്പോൾ നമുക്ക് ഫേസ് അല്ലെങ്കിൽ ഹെയർ ആവട്ടെ അതൊക്കെ അവർ സ്കാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഓരോരാൾക്കും ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ തരിക. അപ്പോൾ ഇതെങ്ങനെ യൂസ് ആക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ആക്നി ഇഷ്യൂസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അൺഡ്രൈൻ്റെ കാര്യങ്ങൾ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, ഹൈഡ്രേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഹെയറിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ ആവട്ടെ, എല്ലാം നമുക്ക് ഇവരോട് സംസാരിച്ചിട്ട് ഒരു കിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് ഓരോരോ സംഭവങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്യൂസ് അനുസരിച്ചായിരിക്കും ഓരോരോ മരുന്ന് കിട്ടുക. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ് യൂസ് ആക്കണത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ക്യൂർ സ്കിന്നാണ്. ഇത് നമ്മൾ ഫേസ് വാഷ്, ക്യൂർ സ്കിന്നിൻ്റെ ജെന്റൽ ക്ലെൻസ് ഫേസ് വാഷാണ്. നമ്മുടെ ഫേസ് ഒന്ന് നല്ലപോലെ ഫേസ് വാഷ് ആക്കിയിട്ട് തരണം ഈ ഒരു സംഭവം കൊണ്ട്. അതാണ് ആദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചൊരു ജെന്റിൽ എടുത്തിട്ട് കണ്ടില്ല, ഈ ഒരു ഇതാണ് വരിക. ഫേസ് ഒക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം ഇത് ലിപ്സ്റ്റിക് ഒന്നും പോലട്ടെ, എൻ്റെ വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് ആണെന്നുകൊണ്ട് പോലട്ടെ. ക്യൂർ സ്കിന്നിൻ്റെ മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ്. ഇതാണ് കേട്ടോ സംഭവം. ഇത് നമ്മളൊരു ചെറിയൊരു ഡ്രോപ്പ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവർ തരും കേട്ടോ. ഒരു ചെറിയൊരു അളവിനെടുത്തതിന് ശേഷം അവർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂർ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ ജെല്ലുണ്ട്. ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് വൺ ആയിട്ടുള്ള നമ്മുടെ അൺഡ്രൈയിലുള്ള ബ്ലാക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് യൂസ് ആക്കി തുടങ്ങിയതേ ഉള്ളൂ. റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ക്യൂർ സ്കിന്നിൻ്റെ. നമ്മൾ
ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ക്യൂർ സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആകെ ആ ഒരു കിറ്റിന് മാത്രമേ പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് മന്ത്ലിയിലെ കൺസൾട്ടേഷൻ ആണെങ്കിൽ ഫ്രീ ആണ്. നമുക്ക് ഈ ആപ്പ് യൂസ് ആക്കണമെങ്കിൽ അതും ഫ്രീ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ നമുക്ക് ഡയറ്റ് പ്ലാൻ ഉണ്ടാവും. പിന്നെ നമുക്ക് എത്രമാത്രം വാട്ടർ ഇൻടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയുള്ള ഫുഡിൻ്റെ റെസിപ്പി കാര്യങ്ങൾ ഇതൊക്കെ അവർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നമുക്ക് എല്ലാ സംഭവങ്ങളും അവർ പറഞ്ഞു തരുന്നത്, നമ്മുടെ സ്കിന്നിനാവട്ടെ അല്ലെങ്കിൽ ഹെയറിനാവട്ടെ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ആമി 100 എന്നുള്ള എൻ്റെ കോഡ് യൂസ് ആക്കിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആപ്പിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 1200 പേർക്ക് 100 രൂപ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓരോ കിറ്റും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളതാണ്. അതായത് ഓരോരുത്തരെയും നമുക്ക് ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ് ഓരോ കിറ്റും. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് മന്ത്ലി കൺസൾട്ടേഷൻ ഉണ്ടാവും. അതായത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ബെറ്റർ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിന് എന്തൊക്കെയാണ് ഇനി ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അങ്ങനെ എല്ലാ സംഭവങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് മന്ത്ലി കൺസൾട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറുക, പിന്നെ എൻ്റെ കോഡും യൂസ് ആക്കുക. ഇപ്പോൾ മൈൻഡ് ഓക്കെ ആയോ, ആമി ഓക്കെ അല്ലേ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ സുഖമാണോ വെച്ച് കഴിഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ എല്ലാം ഇങ്ങനെ തകിട് മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പം സുഖമായിട്ട് ഇരിക്കുകയല്ല, പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് പോകണു. മൈൻഡ് ഓക്കെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഓക്കെയാണ്. ഞാൻ ഓക്കെ ആണോ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് പോകണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അമ്മക്ക് സുഖമല്ലേ, സാഷ എന്ത് പറയുന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് പൊതുവേ അസ്മി ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അമ്മക്ക് സുഖമല്ലേ, അമ്മക്ക് സുഖമായിട്ടിരിക്കണു, ചേട്ടന് സുഖമായിട്ടിരിക്കണു, പിന്നെ സാഷ സുഖമായിട്ടിരിക്കണു. എനിക്കിപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവളുടെ കൂടെ അധികം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരു ഇത് ക്യൂരിയോസിറ്റി, അയ്യോ സാഷനെ കൊടുത്തോ, സാഷ ഇപ്പോൾ ഇല്ല എവിടെ, സാഷയ്ക്ക് എന്ത് പറ്റിയെന്നൊക്കെ ഉള്ളത്. സാഷ സുഖമായിട്ടിരിക്കണു, അവളിപ്പോൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും വരാറില്ല, വലിയ ആളായില്ല, അതിൻ്റെയൊക്കെ ഇതാണ് തോന്നുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആമി സേഫ് അല്ലേ, മഴ എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് അങ്ങനെ മഴ പെയ്യുന്നില്ല. ഞാൻ എറണാകുളത്താണ് ഉള്ളത്, പക്ഷെ അങ്ങനെ മഴ പെയ്യുന്നില്ല, നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഇപ്പം അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കണു. ആർക്കും മഴ കാരണം ഒരു വിഷമം ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു ദൈവത്തിനോട്. അപ്പോൾ ഇവിടെ സേഫ് ആണോ അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് തന്നെ അറിയാം മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ സേഫ് ആയിട്ടിരിക്കുന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. എപ്പോൾ വേണമെങ്കിലും ഒന്നും സംഭവിക്കുക എന്നുള്ളൊരു മൈൻഡിൽ തന്നെ ഇരിക്കുന്ന ആളാണ് ഞാൻ. ആ പേടിയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് സേഫ് ആണെന്നുള്ള ഇത് ഗ്യാരണ്ടി ഒന്നും ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. 4ാമത്തെ ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊജക്റ്റ് ഇപ്പോൾ 2 ഷോർട്ട് ഫിലിമിൻ്റെത് ഇറങ്ങാനുണ്ട്. ഒന്ന് ധ്രുവം, പിന്നെ ഒന്ന് നേത്ര നാളെ എന്നുള്ള ഒരു ഷോർട്ട് ഫിലിമും കൂടി വരാനുണ്ട്. അപ്പോൾ 2 വരാനുള്ള നെക്സ്റ്റ് പ്രൊജക്റ്റ്. നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഡബിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് റിസൾട്ട് എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിലീസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത് പറഞ്ഞത്, നിങ്ങൾ കേൾക്കാനിരുന്ന ആൻസർ ആയിരിക്കുന്നു. അർജുൻ ദാസ് ന്യൂസ് സ്റ്റോറി ഇട്ടിരുന്നല്ലേ ഒരു ഗേളിന്റെ കൂടെ, ആമീന്റെ റെസ്പോൺസ് എന്തായിരുന്നു? അതെന്റെ കാമുകനൊന്നല്ലല്ലോ. എടാ ഡിലീറ്റ് ആക്കടാ, എനിക്ക് കണ്ടിട്ട് പൊസസീവ്നെസ് അടിക്കുന്നു. എന്ത് സ്റ്റോറി ഇടാ, ആരുടെ പെണ്ണെന്ന് നമുക്ക് ചോദിക്കാൻ വേണ്ടി എന്റെ കാമുകനോ എനിക്കറിയണം. എന്താ പറയാ, എന്റെ അടുത്ത ആളൊന്നല്ലല്ലോ. ജസ്റ്റ് എനിക്കൊരു ക്രഷ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് അയച്ചാലും വലിയ റിപ്ലൈ തരാത്ത ആളടുത്ത് പോയിട്ട് നമുക്കത് ചൂടാവാൻ പോലും പറ്റില്ലല്ലോ. നമുക്കതിനുള്ള റൈറ്റ്സ് പോലും ഇല്ല. പിന്നെ നോ മാരേജ് പറഞ്ഞ് നടന്ന ആള് പെട്ടെന്ന് ഒരു ദിവസം ഒരു സ്റ്റോറി ഇടുമ്പോൾ ആളുടെ അവസ്ഥ എന്തായിരിക്കും? എത്ര ആൾക്കാർ എനിക്ക് അയച്ചതെന്ന് അറിയോ? നോക്ക് എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി നോ മാരേജ് പറഞ്ഞിട്ട്, ഇപ്പൊ നോക്ക് നിന്നെ ഇതാക്കി അകരിക്കണതൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ എനിക്ക് അയച്ചതെന്ന്. എനിക്ക് ഭയങ്കര സങ്കടമായി. ഗൈസ്, എന്ത് പറയാനോ, ഒന്നും പറയാനില്ല. അതൊക്കെ ഓരോരാളെ പ്രൈവസി അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കണം ഗൈസ്. നോ മാരേജ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ വിശ്വസിക്കരുതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പലരെയും അർജുൻ ബ്രാക്കറ്റിൽ ബിഗ് ബോസ് ഇട്ടിട്ടുണ്ട്, ചേട്ടനോട് ക്രഷ് ആണോ, അങ്ങനെ ഒരു റീൽ കണ്ടു അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഗായ്സ്, ഞാനത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്രഷ് ഒന്നുമില്ല ചേട്ടനോട്. എനിക്കൊരു ബ്രദർ എന്നുള്ള രീതിയിലുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ അതൊരു കണ്ടന്റ് ആയിട്ട് എല്ലാവരും കാണുക. ബിക്കോസ് ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, എല്ലാ ഗേൾസും മറ്റേ ഇവിടെയൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കേട്ടിട്ട് രാഘവരാമ ആ സംഭവം ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വോയിസിൻ്റെ അധികം ആരും ചെയ്ത് കണ്ടില്ല. അപ്പം ഞാൻ ചെയ്തതാണ് അർജുൻ ചേട്ടൻ്റെ വീഡിയോ എടുത്തിട്ട്. അർജുൻ ചേട്ടൻ ഞാൻ നല്ല ഫ്രണ്ട്സാണ്, വേറെ അങ്ങനെയൊന്നുമില്ല മൈൻഡൊന്നും എനിക്കില്ല ചേട്ടനടുത്ത്. അപ്പം നിങ്ങൾ അതൊന്നും അങ്ങനെയൊന്നും വിചാരിച്ച് കാണരുത്. ജസ്റ്റ് ഒരു കണ്ടന്റ്, ജസ്റ്റ് ഒരു ട്രെൻഡിങ്ങിനോടൊപ്പം ഞാൻ പോയെന്നേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ഗൈസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, എറണാകുളം ലൈഫ് ഓർ കാസർഗോഡ് ലൈഫ് ഈസ് ബെറ്റർ?
അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം എറണാകുളത്തെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പ്രൊമോഷൻ വരിക അല്ലെങ്കിൽ പെട്ടെന്നൊരു എന്തെങ്കിലും പ്രോഗ്രാം വരികയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതിപ്പോൾ കാസർഗോഡാണെങ്കിൽ ട്രെയിൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടണമെന്നില്ല, ബസ്സിലും ടിക്കറ്റ് കിട്ടില്ല. ബസ് ആകെ ഒരു ബസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, 1-2 ബസ് മാത്രമേ ഉള്ളൂ രാത്രി ഇങ്ങോട്ട് വരുന്ന സ്ലീപ്പർ. അപ്പോൾ അങ്ങനെ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എറണാകുളം ആണ് ബെറ്റർ. പക്ഷേ സമാധാനം, എക്സ്പെൻസീവ് ഇതൊക്കെ നോക്കുന്ന സമയത്ത് നാട് തന്നെയാണ് ബെറ്റർ. അമ്മേൻ്റെ അടുത്ത് തന്നെ ഇരിക്കാം, പിന്നെ അധികം എക്സ്പെൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇവിടുത്തെ പോലെ സമാധാനത്തിലിരിക്കാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാസർഗോഡാണ് ബെറ്റർ. പിന്നെ പ്രകൃതി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് തന്നെയാണ് മച്ച് ബെറ്റർ. അപ്പം എനിക്ക് കാസർഗോഡിനാണ് കുറച്ചും കൂടി, അതിൻ്റെ നാടല്ലേ, എൻ്റെ സ്വന്തം നാടല്ലേ. ഞാൻ ഇവിടെ എന്ന് പറയണ ഒരു തെത്തുപുത്തിനെ പോലെ നിൽക്കല്ലേ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാടാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ കാസർഗോഡ് ഈസ് ബെറ്റർ. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതും. ഇതാ ഇങ്ങനെ തന്നെ കണ്ണും കൊണ്ട്. ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഞാൻ നല്ല വാല്യൂ കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എന്നെ പലരും മൂഞ്ചിപ്പിച്ചിട്ട് പോകാറുണ്ട്. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. പലരും പല ഇതിൽ പോയിട്ടുണ്ട്. അതായത് അവരുടേതായ പല കാര്യങ്ങളും കൊണ്ടും പല തിരക്കുകൾ കൊണ്ടും ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വേറെ രീതിയിൽ വേറെ സ്ഥലത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പം എനിക്കെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് നല്ല കുറവാണ്. ഞാൻ അങ്ങനെ അധികം ഫ്രണ്ട്സ് കൊണ്ട് നടക്കണം, ഫ്രണ്ട്ഷിപ്പ് ഇത് ഗ്യാങ് കൊണ്ട് നടക്കുന്ന ആളൊന്നുമല്ല. കുറച്ച് വിരലെണ്ണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ എൻ്റെ ലൈഫിലുള്ളൂ ഫ്രണ്ട്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ എന്നെ വേദനിപ്പിക്കണവരുണ്ട്, എന്നെ സന്തോഷത്തോടെ കൂടെ ചേർത്ത് നിർത്തുന്നവരുണ്ട്, എന്നെ കുറ്റം പറയണവരുണ്ട്, എൻ്റെ കുറ്റങ്ങൾ അറിഞ്ഞിട്ടും എൻ്റെ കൂടെ നിൽക്കണവരുണ്ട്, എന്നെ പുച്ഛിച്ചിട്ടും എൻ്റെ മുന്നിൽ വന്ന് അഭിനയിക്കണവരുണ്ട്, എന്നെ മാറ്റി നിർത്തിയിട്ടും എൻ്റെ മുന്നിൽ വന്ന് അഭിനയിക്കണവരുണ്ട്, എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കണവരുണ്ട്, ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയവരുണ്ട്, തെറ്റ് സംഭവിച്ചിട്ടും അത് കുഴപ്പമില്ല ഇനിയെങ്കിലും ശരിയാവണമെന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിന്നവരുണ്ട്. അപ്പം ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഫ്രണ്ട്ഷിപ്പ് എന്താ സംഭവം എന്നൊക്കെ നല്ല രീതിയിൽ അറിയാം. ഇപ്പോൾ ഞാൻ ഒരാൾക്കൊരു ഫ്രണ്ട് ആവുന്നുണ്ടെങ്കിൽ അയാളുടെ തെറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഒരിക്കലും ഞാൻ അവരെ മാറ്റി നിർത്തുമോ അല്ലെങ്കിൽ കുറ്റം പറയുമോ, അവരില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവരില്ലാത്ത സാന്നിധ്യത്തിൽ അവരെ കുറ്റം പറയുകയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന ആളാണ്. പേഴ്സണൽ ആവട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനാവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനാവട്ടെ അല്ലെങ്കിൽ ഫാമിലിക്കാവട്ടെ എന്ത് കാര്യത്തിലാണ് ഞാൻ നല്ല വാല്യൂ കൊടുക്കുന്ന ആളാണ്. അതെനിക്ക് നല്ല 100% ഷുവറാണ് കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവം മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് തന്നിട്ടില്ല എന്ന് പറയാം. ഫാമിലീൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഫ്രണ്ട്ഷിപ്പായിട്ടോ റിലേഷൻഷിപ്പാവട്ടെ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സംഭവം എനിക്ക് ദൈവം തന്നിട്ടില്ല. മേ ബി ഇൻഷാള്ള കിട്ടുമായിരിക്കും, കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെ നോക്കിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടണ വാല്യൂ എത്ര ചെറുതാണെങ്കിലും ഞാൻ എനിക്ക് പറ്റണ അത്ര വലിയ രീതിയിൽ വാല്യൂ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് വാല്യൂ കിട്ടാറില്ല പല സ്ഥലത്തും. അതാണ്, എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടായാൽ മതി അപ്പം തന്നെ അവരത് വലിയ രീതിയിൽ പെരുപ്പിച്ച് അല്ലെങ്കിൽ എന്തോ എനിക്ക് ഭയങ്കര ഹേർട്ടാവാറുണ്ട്. എല്ലാം എനിക്ക് ഭയങ്കര ഹേർട്ടാവാറുണ്ട്. പക്ഷെ ആരടുത്തൊന്നും പറയാറില്ല, ഇങ്ങനെ ജീവിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാര്യം, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാരേജ് ഉടനെ ഉണ്ടാകുമോ? ഗൈസ് ഞാൻ പറഞ്ഞു നോ മാരേജ്. ഇനി പർജന്താസ് പറഞ്ഞ പോലെ ഒരു ദിവസം ഞാൻ സ്റ്റോറി ഇടും, എന്നൊന്നും വിചാരിക്കണ്ട. നോ മാരേജ് എന്നുള്ള തീരുമാനത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോണത്. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്രയും വിശ്വസിച്ച പലരും എന്നെ ചതിച്ചിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം എക്സ് ആണോ വൈ ആണോ എന്നൊന്നും ചോദിക്കണ്ട കേട്ടോ. അവരൊന്നല്ല ഞാൻ ആരെയും ഞാൻ ഉദ്ദേശിക്കണില്ല. പേഴ്സണലൈസിലായിട്ട് ഞാൻ ഒരാളെയും ഉദ്ദേശിക്കണില്ല. ഞാൻ പറയുകയാണ്, ലൈഫിൽ പലരും ഇതാക്കിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത്രയും വിശ്വസിച്ച പലരും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ എന്നെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസക്കുറവാണ്. അപ്പോൾ എനിക്ക് മാരേജ് ലൈഫ് അല്ലെങ്കിൽ ഒന്നിനും എനിക്ക് താല്പര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വിശ്വാസമില്ലായ്മ എനിക്ക് നല്ല പോലെ ഉണ്ട് ആൾക്കാരിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഒരാൾ നല്ല രീതിയിൽ വിശ്വസിച്ച് അവർ തന്നെ നിങ്ങളെ കുറിച്ച് മോശം പറയുക, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് നെഗറ്റീവ് പോയി ബാക്കിയുള്ളവരടുത്ത് പറയണ സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം ഹേർട്ടാവും. അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടും നിങ്ങൾ അവരുടെ പുറകെ പോയി സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഹേർട്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പം എനിക്കും അങ്ങനെ കുറേ അവസ്ഥകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെന്തോ പേടിയാണ് ഒരാളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ബിക്കോസ് വിശ്വസിച്ച് കൂടെ നിർത്തിയവരാരും വിശ്വസിക്കാൻ പറ്റാത്തവരായിപ്പോയി. അതുകൊണ്ട് ഒരാളെ എനിക്കിനി എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന് പരീക്ഷണം നടത്താൻ താല്പര്യമില്ല. പഠിച്ചോന്നല്ലെങ്കിൽ മുത്തപ്പൻ നല്ലൊരാളെ തരുന്ന് വിചാരിക്കുന്നു. തന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ എന്തായാലും സീരിയസ്ലി ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു മാരേജ് ലൈഫ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഞാൻ ഉണ്ടാവണമെന്ന് പറയണമെന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഉണ്ടാവാണ്ടിരിക്കണം എന്നൊന്നും പറയുന്നില്ല. ഉണ്ടാകാൻ തന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. സീരിയസ്ലി ഞാൻ പൊന്നുപോലെ നോക്കും. ഞാൻ അതുകളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ഗൈസ്, അത് നമുക്ക് വിടാം. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ റിലേഷൻഷിപ്പ് ആയെന്ന് കേട്ടു, സത്യമാണോ? ഗൈസ്, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത്? ഞാൻ കേൾക്കണില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആരടുത്തും. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു നിർത്തിയതുള്ളൂ നോ മാരേജ് എന്ന്. പിന്നെ എനിക്ക് പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഒന്നിനും താല്പര്യമില്ല. പ്രൊപ്പോസൽസ് കാര്യങ്ങളൊക്കെ നോർമലി ഒരു ഗേളിൽ വരുന്ന പോലെ തന്നെ എനിക്കും കുറേ പ്രൊപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്നും മൈൻഡാക്കാൻ പോകണില്ല. ബിക്കോസ് എനിക്കറിയാം അവർ എന്ത് കണ്ടിട്ടാണ് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് വരണതെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരാളെ ഇപ്പോൾ മൈൻഡാക്കാറില്ല. എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാവില്ല. നിങ്ങൾ അതൊന്നും വിചാരിച്ചിതാക്കണ്ട. അടുത്തത്, ഇപ്പോൾ കറൻ്റ്ലി എന്താണ് ആമിൻ്റെ ഡ്രീം? ഗൈസ്, എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഡ്രീം 1 million സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ യൂട്യൂബിൽ ആക്കാന്നുള്ളതാണ്. അത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആക്കി ശരിയല്ല, നിങ്ങൾ വ്യൂവേഴ്സ് ആക്കി തരുമെന്ന് എനിക്കറിയാം ഗൈസ്. അപ്പം ബാക്കിയുള്ള ഡ്രീംസ് ഞാൻ പറയണില്ല. ഡ്രീംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാറക്കാനുള്ളവരെ ചുറ്റിനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡ്രീം സക്സസ് ആയിട്ട് നമ്മളെല്ലാവരും അറിയിക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള തീരുമാനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അടുത്തത്, ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താ? ചെയ്യാൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ട്രാവലൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്, ചെടിയ കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ജിമ്മ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ആമീൻ്റെ ക്യാരക്ടേഴ്സ്. ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ചൈൽഡിഷ് ക്യാരക്ടറാണ്. എനിക്ക് ഇങ്ങനെ അങ്ങനെ കൊഞ്ചിട്ടൊക്കെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവരും ഇഷ്ടപ്പെടാറില്ല. പലരും എൻ്റെ ഇന്നർ ചൈൽഡിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ കൊന്നിട്ടുണ്ട്. ചൈൽഡിഷ് ബിഹേവിയർ എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ ഭയങ്കര പീസ് വൈബുള്ള ആളാണ്. ആരെന്ത് പറഞ്ഞാലും ഓക്കെ, കുഴപ്പമില്ല. എനിക്കിപ്പോൾ വേദനിച്ചു കഴിഞ്ഞാലും ഞാൻ അതും പറഞ്ഞിട്ട് വേറെ ഒരാളെ വേദനിപ്പിക്കാനോ, എൻ്റെ ദേഷ്യം ഞാൻ അങ്ങനെ ബാക്കിയുള്ളവരുടെ തീർത്ത് അവരെ നരയിക്കട്ടെ എന്നുള്ള രീതിക്കൊന്നും ജീവിക്കുന്ന ആളല്ല. എന്നെ എത്ര വേദനിച്ചു കഴിഞ്ഞാലും ഞാൻ ഒരിടത്തുള്ള സ്നേഹം ഒട്ടും എനിക്ക് കുറയില്ല. ഭയങ്കര കൂളായിട്ട് നിൽക്കുന്ന പേഴ്സണാണ്. പിന്നെ പെട്ടെന്ന് ദേഷ്യം വന്നാലും പെട്ടെന്ന് തന്നെ തടുക്കണ ആളാണ്. പിന്നെ സ്നേഹം എനിക്ക് നല്ലപോലെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവരുടെ അടുത്തും. ഞാൻ എന്നെ പൊക്കി പറഞ്ഞതല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കരമായിട്ട്. അത്രയ്ക്കാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് മണി ഏൺ ചെയ്യുന്നുണ്ട്, വീട്ടുകാരെ നോക്കുന്നുണ്ട്, പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു എൻ്റെ നല്ല ക്യാരക്ടറായിട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ക്യാരക്ടർ ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് വരികയാണ്. എനിക്കത് ഭയങ്കര ദേഷ്യമാണ്. അത് അച്ഛൻ്റെ ആണോ അമ്മേൻ്റെ ആണോ സ്വഭാവം എനിക്ക് കിട്ടിയെന്നറിയില്ല. രണ്ടൊക്കെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതേപോലെ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ദേഷ്യമാണ്. പിന്നെ സങ്കടം വന്നാലൊക്കെ ഞാൻ സ്വയം വേദനിപ്പിക്കും. അതൊക്കെ ഒരു മോശം സ്വഭാവമാണ് എല്ലാവരിലും. അതൊക്കെ മാറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഭയങ്കരമായിട്ട് പുറകെ പോകും. എത്ര ആട്ട് കിട്ടിയാലും എത്ര മാറ്റി നിർത്തിയാലും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പട്ടീനെ പോലെ ഇങ്ങനെ പുറകെ പോയിട്ട് പിന്നെയും എന്നെ സ്നേഹിക്കണം അല്ലെങ്കിൽ എന്നെ കൂടെ കൂട്ടണം എന്നുള്ള രീതിക്ക്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്താവട്ടെ, ഞാൻ പുറകെ പോയിട്ട് ഇങ്ങനെ വാലാട്ടി ഇങ്ങനെ പട്ടീനെ പോലെ ഇങ്ങനെ നിൽക്കും. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഉള്ള ആളാണ്. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ, ട്രസ്റ്റ് ചെയ്യുമായിരുന്നു മുന്നേ. പെട്ടെന്ന് ആൾക്കാരെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യണ ഒരു ടൈപ്പായിരുന്നു. ഇപ്പം എനിക്ക് പക്ഷേ ട്രസ്റ്റ് എന്നുള്ള സംഭവമേ വരാറില്ല. ഓക്കെ, അതെത്ര സ്നേഹിച്ചാലും മേ ബി അവർ സത്യസന്ധമായിട്ട് സ്നേഹിച്ചാൽ പോലും എനിക്ക് ട്രസ്റ്റ് ഇല്ല. അത് അവരുടെ മിസ്റ്റേക്കായിട്ട് ഞാൻ കരുതുന്നില്ല, എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷെ അറിയില്ല, ജീവിതാനുഭവങ്ങളുണ്ട്, ആരെയും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അങ്ങനത്തെ വേറെ വൃത്തിയുടെ സ്വഭാവം കാര്യങ്ങളൊന്നും എനിക്ക് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല.
അടുത്ത ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, കൂടെയുള്ളവർ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യാറ്? എനിക്കൊന്നും ഇത് കുറേ ആൾക്കാർ അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മേത്ത് ചോദിച്ചിരിക്കണമെന്ന് തോന്നുന്നു. ഗൈസ്, എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റി നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അതിലൊന്നും കെയർ ആവാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് നല്ല കെയർ ആയാലും ഇപ്പുറത്തെ സൈഡിൽ കാണിച്ചേ കൊടുക്കാറില്ല. ഇല്ല, മാറ്റി നിർത്തുന്നത് അവർക്ക് നമ്മൾ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കൂലേ, നമ്മളെ ആ കൂട്ടത്തിൽ കൂട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പറ്റിയ ആളായിരിക്കില്ല, അല്ലെങ്കിൽ അവര് വിചാരിക്കണ പോലത്തെ ടൈപ്പ് ആയിരിക്കില്ല, അവരുടെ ക്യാരക്ടറിന് പറ്റിയ ആൾക്കാരായിരിക്കില്ല, അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കില്ലേ മാറ്റി നിർത്തണത്. അപ്പം നമ്മളതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അവരുടെ മനസ്സ് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ലല്ലോ. നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവർ, കൂടെ നിർത്തുന്നവരുണ്ടെങ്കിൽ അത് മതി. അത് അല്ലാണ്ട് ബാക്കി ആരും എന്ത് പറഞ്ഞാലും എന്തിനാണ് നമ്മൾ ഇതാവണത്? അതിനെക്കുറിച്ച് കെയർ ആയിട്ട് എന്താ കാര്യം? ആരും നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ? അവരുടെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ മാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആയിട്ട് മാറുക, നമ്മളെ സ്വയം ക്യാരക്ടർ നമുക്ക് മാറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ആരെന്തെങ്കിലും മാറ്റി നിർത്തിക്കോട്ടെ, ഇഷ്ടമുള്ളവർ ആരെന്തും ആവട്ടെ, നമ്മളെ ലൈഫ് നോക്കി നമ്മൾ മുന്നോട്ട് പോവുക, നമുക്ക് ഹാപ്പിനെസ് കിട്ടും. അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ് ജീവിക്കണത്. കാരണം എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരും മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഓക്കെ, ഞാൻ നല്ല രീതിയിൽ ചിരിച്ചിട്ടൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഉള്ളിൽ നല്ല സങ്കടം ഉണ്ടാവും. പക്ഷെ നമ്മളത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെന്താണോ നമ്മളെ വാല്യൂ മനസ്സിലാക്കണ ഒരു ദിവസം വരുമല്ലോ. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളെ ഹാപ്പി ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ആ ഒരു വാല്യൂ നമുക്ക് ട്രീറ്റ് കാര്യങ്ങളൊക്കെ നമുക്കത് തിരിച്ച് കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളവരെ നല്ല രീതിയിലാണല്ലോ ട്രീറ്റ് ചെയ്തത്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ് മതി നമുക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാം. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കേട്ടോ നിൽക്കാം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്താം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ഗൈസ്, ലവ് യു.